സഹ ക്രീഡാനുദർശനം യഥാ സങ്കൽപ്പ സംസിദ്ധി ആജ്ഞാ അപ്രതിഹതാഗതി. സ്വച്ഛന്ദ മൃത്യുർദേവാനാം. സ്വച്ഛന്ദ മൃത്യു എന്താ അതിനർത്ഥം? ഇച്ഛിക്കുമ്പോഴേ സ്വേച്ഛാ മരണം. ഭീഷ്മരെ പോലെ മരിക്കണം എന്ന് തോന്നുമ്പോഴേ മരിക്കുള്ളൂ. ഭീഷ്മരെ അർജുന ശരങ്ങൾ രഥത്തിൽ നിന്ന് തട്ടി താഴ്ത്തിട്ടു. അപ്പോഴാണ് സഞ്ജയൻ ഓടിച്ചെന്നത് സങ്കടം സഹിക്കുവയ്യാതെ നിർത്തിവെച്ചിരുന്ന സംവാദം തുടങ്ങിയത് ധൃതരാഷ്ട്രയുടെ അടുത്ത് ചെന്നു. അങ്ങനെ ഭീഷ്മര യുദ്ധമൊക്കെ കഴിഞ്ഞു. അപ്പോഴും ശരശയ്യയിൽ കിടക്കുക. എന്താ കാരണം? അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ഉത്തരായനം വന്നിട്ടേ ശരീരം വിടുള്ളൂ എന്ന്. ഇന്നും ഈ വൈദിക മുറ അനുസരിക്കുന്നവർക്ക് ദക്ഷിണായത്തിൽ ആരെങ്കിലും മരിച്ചാൽ അതിന് പ്രായശ്ചിത്തം കഴിക്കാറുണ്ട്. ഉത്തരായന മരണം വേണമെന്ന് പറഞ്ഞു. ഭീഷ്മര് ചെയ്തുല്ലോ. അപ്പം സ്വച്ഛന്ദ മൃത്യു ദേവാനാം സഹ ക്രീഡാനുദർശനം. ദേവലോകത്തുള്ള സ്ത്രീകളെയും പുരുഷന്മാരെയും അവരുടെ ക്രീഡകളുമൊക്കെ കാണാൻ സാധിക്കുന്നത് കണ്ണടച്ചിങ്ങനെ ധ്യാനിച്ചാൽ ദേവലോകത്തിലുള്ള സംഭവങ്ങളൊക്കെ കാണുക. മനസ്സ് സ്വപ്നം രചിക്കാറുണ്ടല്ലോ. അപ്പോൾ ഇതും രചിക്കാമല്ലോ മനസ്സിന്. യഥാ സങ്കല്പ സംസിദ്ധി ആജ്ഞാ അപ്രതിഹതാഗതി. യഥാ സങ്കല്പ സംസിദ്ധി. മനസ്സിൽ എന്തെങ്കിലും ഒരു സങ്കല്പം, ഒരു കൽപ്പന വന്നാൽ അത് സാധിക്കും, അത് നിറവേറും. അപ്രതിഹതാഗതി ആജ്ഞാ. നമ്മുടെ ഗതികളെയോ ഉദ്ദേശങ്ങളെയോ ലക്ഷ്യങ്ങളെയോ ഒരാൾക്കും തടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു അജയ്യത്വമാണ് അപ്രതിഹതാഗതി. ചിലർ നമ്മുടെ നാടൻ ഭാഷയിൽ പറയാറുണ്ട് ആജ്ഞാശക്തിയുണ്ട് ആ മനുഷ്യന്. ആ മനുഷ്യന് ആജ്ഞാശക്തിയുണ്ട്. മനുഷ്യരോട് പറയാനും പറഞ്ഞ് ചെയ്യിപ്പിക്കാനും പറ്റുന്നു. എല്ലാവർക്കും ആ പവർ ഓഫ് കമാൻഡ് ഉണ്ടായി എന്ന് വരില്ല. അപ്രതിഹതാഗതി. ഒരാൾക്കും തടഞ്ഞു നിർത്താൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ഗതി, പോക്ക്, ആ മുമ്പോട്ടുള്ള കുതിപ്പുണ്ടല്ലോ. ത്രികാലജ്ഞത്വമദ്വന്ദ്വം പരചിത്താദ്യഭിജ്ഞത അഗ്നിർക്കാംബുവിഷാദീനാം പ്രതിഷ്ടംഭോ അപരാജയ. ത്രികാലജ്ഞത്വം എന്താ ഇതിനർത്ഥം? ഭൂതം, വർത്തമാനം, ഭാവി. നമുക്കിപ്പോൾ വർത്തമാനം നേരിൽ കാണാം, കഴിഞ്ഞ സംഭവം ഓർമ്മയിലുണ്ട്, വരാൻ പോകുന്നത് അറിയില്ല. ഇതങ്ങനെയല്ല, 3 കാലവും ഒരുപോലെ കാണാമെന്ന്. ഏതുപോലെയാ? ഒരു ഉറുമ്പ് ഇങ്ങനെ അരിക്കണമെന്നൊക്കെയാണ്. ആ ഉറുമ്പ് അരിക്കുന്ന സമയത്ത് ഉറുമ്പിൻ്റെ മുൻഭാഗം അതിന് കഷ്ടിച്ച് കുറച്ച് ദൂരം കാണാം, ഒരളവിന് പിന്നെ ഓർമ്മയുണ്ട്. നമ്മൾ മുകളിൽ നിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോഴോ ഉറുമ്പരിക്കുമ്പോൾ അതിൻ്റെ മുൻപും പിൻപും നമുക്ക് കാണാൻ പറ്റും. ഏകദേശം അതുപോലെ ഈ സാദൃശ്യം പൂർണ്ണമല്ലെങ്കിലും. അപ്പോൾ ഭൂതം എന്ന് പറയുന്നത് ഇവിടെ കൃഷ്ണൻ വിശ്വരൂപം കാണിച്ചു കൊടുത്തു. ആ കാണിച്ചു കൊടുത്തപ്പോൾ കൃഷ്ണൻ എന്താ പറഞ്ഞത്? ദാ കണ്ടോളൂ എൻ്റെ വായിൽ ഭീഷ്മം ച ദ്രോണം ച ജയദ്രഥം ച കർണം. എൻ്റെ വായിലേക്ക് എല്ലാവരും ഇങ്ങനെ കുതിച്ചു വരികയാണ്. കുതിച്ചു വരിക. യുദ്ധം നടക്കാൻ പോവാണ്, നടന്നിട്ടില്ല. ആ നടക്കാൻ പോകുന്ന സംഭവങ്ങളെ കൃഷ്ണൻ തൻ്റെ വിശ്വരൂപത്തിൽ കാണിച്ചു കൊടുക്കണു. അതിൽ ഭീഷ്മർ വരണു മരിക്കാൻ, ദ്രോണർ വരണു, ജയദ്രഥൻ വരണു, കർണൻ വരണു, അനവധി യോധവീരന്മാരും ഉണ്ട്. എന്നിട്ട് പറയുകയാണ് മയാ ഹതാം സ്ഥാൻ. വരാൻ പോകുന്ന സംഭവങ്ങളെ കൃഷ്ണൻ വിശ്വരൂപത്തിലൂടെ കാണിച്ചു കൊടുത്ത് ഇത് നീ കൽപ്പിച്ചു കൂട്ടി ചെയ്ത് പാപമേൽക്കും എന്ന് വിചാരിക്കരുത്, ഇത് ലോകത്തിൻ്റെ ഗതിയിൽപ്പെട്ടതാണെന്ന്. അങ്ങനെയുള്ള ഒരു സംഭവമാണിത്. ത്രികാലജ്ഞത്വം അദ്വന്ദ്വം. എന്താ ഈ അദ്വന്ദ്വം? ലോകം മുഴുവനും ദ്വന്ദ്വങ്ങളുടെ സമാഹാരമാണല്ലോ. ആ ദ്വന്ദ്വങ്ങളിൽ ഒരു തരത്തിലും ബാധയില്ലാതെ ഇരിക്കൽ, അത് നമ്മളെ ബാധിക്കില്ല. സുഖമാകട്ടെ ദുഃഖമാകട്ടെ, ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും, സ്തുതിച്ചാലും നിന്ദിച്ചാലും, ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും, എന്തു തന്നെ വന്നാലും ദ്വന്ദ്വങ്ങൾ നമ്മുടെ മനസ്സിനെ ബാധിക്കില്ല. ത്രികാലജ്ഞത്വമദ്വന്ദ്വം പരചിത്താദ്യഭിജ്ഞത. അന്യൻ്റെ മനസ്സിൽ നടക്കുന്ന ചിന്തകളെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. സാധാരണ അറിയില്ലല്ലോ. ഇത്രമാത്രം പറയാം, എന്താ മുഖം കണ്ടാൽ നല്ല സുഖമില്ലല്ലോ, ഒന്നിലോ എന്തെങ്കിലും സന്തോഷം അല്ലെങ്കിൽ എന്തെങ്കിലും വിഷമം എന്താന്ന് ചോദിക്കും. അവിടെ മനസ്സിനെ നമ്മൾ കാണുന്നില്ല. മനസ്സ് വരുത്തി തീർക്കുന്ന പരിണാമങ്ങൾ മുഖത്തിലുള്ളത് നോക്കിയിട്ട് നമ്മൾ പറയുകയാണ്. ഊഹാപോഹത്തിൻ്റെ പേരിൽ പറയുന്നതാണ്. ഇതങ്ങനെയല്ല. അന്യൻ്റെ മനസ്സിൽ നടക്കുന്ന കാര്യങ്ങൾ തോട്ട് റീഡിങ് എന്ന് പറഞ്ഞതുപോലെ പരചിത്താദ്യഭിജ്ഞത അഗ്നി അർക്കാംബുവിഷാദീനാം പ്രതിഷ്ടംഭോ പരാജയ. അഗ്നി അർക്കാംബുവിഷാദീനാം പ്രതിഷ്ടംഭ. എന്താ അതിനർത്ഥം? സൂര്യനുള്ള ചൂട്, ജലത്തിനുള്ള ഒഴുക്കും മുക്കിക്കൊല്ലാനുള്ള ശക്തിയും, പിന്നെ വിഷം,
ഇങ്ങനെ ചിലതുണ്ടല്ലോ, വിഷം തട്ടിയാൽ നമ്മൾ മരിച്ചു പോവും. ഇതൊന്നും സംഭവിക്കാതെ അതിൻ്റെ ശക്തികളെ തടുത്തങ്ങോട്ട് നിർത്തുക. ഇപ്പോൾ പ്രഹ്ലാദനെ അഗ്നിയിലിട്ട് ചുട്ടരിക്കാൻ നോക്കി, പക്ഷേ പ്രഹ്ലാദൻ ചൂട് തട്ടിയില്ലല്ലോ. വെള്ളത്തിൽ മുക്കിക്കൊല്ലാൻ നോക്കി, അതിലും പറ്റിയില്ല. പർവ്വതത്തിൽ നിന്ന് താഴെ ഇട്ടു, അതും നടന്നില്ല. പ്രഹ്ലാദന് ഒന്നും ഏറ്റില്ല. അങ്ങനെയുള്ള ഒരു നില. അഗ്നി അർക്കാംബുവിഷാദീനാം പ്രതിഷ്ഠംഭ അപരാജയ. എന്താ അപരാജയ? അജയ്യത്വം. താൻ എന്തെങ്കിലും ചെയ്യാൻ പുറപ്പെട്ടാൽ അതൊരിക്കലും ഒരു കോട്ടമോ തകരാറോ ആയിട്ട് വരില്ല. ഇപ്പോൾ നാരണത്ത് ഭ്രാന്തനെ പറ്റി നമ്മൾ പലതും കേട്ടിട്ടുണ്ട്. അദ്ദേഹം ഒരു ദിവസം പോകുമ്പോൾ, ഈ കഥ ഞാൻ മുമ്പും പറഞ്ഞിട്ടുണ്ടാവും, അദ്ദേഹം പോകുമ്പോൾ രാത്രിയൊക്കെ സഞ്ചരിക്കും ഇങ്ങനെ ഏകാഗിയായിട്ട്. അപ്പോൾ ഒരു ദിവസം പോയപ്പോൾ കുറച്ച് കയ്യിലൊരു ചട്ടിയും കലമൊക്കെ ഉണ്ട്, കയ്യിൽ ഇത്തിരി അരിയൊക്കെ കാണും, വലുതൊക്കെ വെച്ച് കഴിക്കാൻ. അപ്പോൾ ഒരു സ്ഥലം കണ്ടില്ല. അങ്ങനെ വഴി നടന്നു പോയി. ഒരു പകുതി മനസ്സോടു കൂടി നടക്കുന്ന ആളാണെന്ന് വിചാരിച്ചോളൂ. അപ്പോൾ എവിടെയോ തീയുണ്ട്. അപ്പോൾ അവിടെ കടന്നു ചെന്നു നോക്കിയപ്പോൾ അതൊരു ശ്മശാനാണ്. എന്തായാലും അവിടെ ചെന്ന് കുറച്ച് തീയെടുത്ത് 2 കല്ല് പറക്കി വെച്ച് ചട്ടിയിൽ വെള്ളം ഇട്ടിട്ട് അങ്ങനെ ഇങ്ങോട്ട് കഴിച്ചു കൂട്ടിയത്. അപ്പോഴേക്കും ഭദ്രകാളിയുടെ ദിവസമാണ്, അന്ന് ശവം ദഹിപ്പിച്ചിട്ടുള്ള ദിവസമാണ്. അന്ന് വന്ന് ഭദ്രകാളി കലശൽ കൂട്ടി, എൻ്റെ സ്ഥലത്ത് നീ ആരാ വരാനായി, വാഗ്വാദമായി. ഞാനിവിടെ വരികേ, ഞാനും നടക്കുമ്പോൾ ഇത് കണ്ടു, എനിക്ക് വിശന്നു. ഇത്തിരി തീ കണ്ടപ്പോൾ കുറച്ച് വെള്ളം കോരി തീ ഇട്ട് ഞാൻ വല്ലതും കഴിച്ചിട്ട് എൻ്റെ പാട്ടിൽ കിടന്നുറങ്ങാൻ, അല്ലെങ്കിൽ പോവും. നിങ്ങൾക്ക് എന്താണ് ഇത്ര വിഷമം പറയാനുള്ളത്? എനിക്കും ഇല്ലേ ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശം? അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഞാൻ ഭദ്രകാളിയാണ്, ഞാൻ നിന്നെ പേടിപ്പിക്കുന്നു പറയും, എൻ്റെ രൂപം കാണിക്കും. കാണിച്ചോളൂ, ഇതുവരെ കണ്ടിട്ടില്ല, പറഞ്ഞു കേട്ടിട്ടുണ്ട്, കാണാലോന്നായി. ഭദ്രകാളി പരിഭ്രമിപ്പിക്കാൻ വേണ്ടി ആ ഭയങ്കര രൂപം കാണിച്ചപ്പോൾ തരക്കടൊന്നുമില്ലല്ലോ, നന്നായിരിക്കുന്നുണ്ടല്ലോ. എന്തായാലും ഇവിടെ വന്നപ്പോൾ ഊണ് കഴിക്കാൻ പറ്റുന്നേ വിചാരിച്ചുള്ളൂ. ഭദ്രകാളിയുടെ ഭയങ്കര രൂപം കാണുമെന്ന് വിചാരിച്ചില്ല. കണ്ടതിൽ സന്തോഷമുണ്ട്. ഭദ്രകാളി വല്ലാതെ, അയ്യോ ഇതുവരെ ഉണ്ടായിട്ടില്ല, എൻ്റെ ഭയങ്കര രൂപം കണ്ട് പേടിച്ചവരല്ലാതെ പേടിക്കാതെ ഇരുന്ന ഒരാളെ ഞാൻ കണ്ടിട്ടില്ലേ. അപ്പോൾ ഈ ആൾ എനിക്ക് മേലെയുള്ള ആളാണ്, എന്തെങ്കിലും സമ്മാനം കൊടുക്കാൻ പറ്റില്ല, അതുകൊണ്ട് എന്തെങ്കിലും സമ്മാനം മേടിക്കണേ വരായിട്ട്. ഒരു വരവും എനിക്ക് വേണ്ടെന്നായി. അങ്ങനെയല്ല, മേടിച്ചേ തീരൂ, അല്ലെങ്കിൽ വിഷമാണ്, എനിക്ക് നിരാശയാണ്. അപ്പോൾ ഒരു കാര്യം ചെയ്യൂ, എൻ്റെ ആയസ്സൊന്ന് കൂട്ടിക്കളയൂ 2 ദിവസം. അയ്യോ അത് മാത്രം എനിക്ക് പറ്റില്ല. എല്ലാവരുടെ ആയുസ്സും മുൻകൂട്ടി നിശ്ചയിക്കപ്പെട്ടതാണ്, അതിൽ ഒരു ദിവസം കൂട്ടാൻ പറ്റില്ല. എന്നാൽ ഒരു ദിവസം കുറയ്ക്കൂന്നായി നാരണത്ത് ഭ്രാന്തൻ. അതും പറ്റില്ല എന്നായി ഭദ്രകാളി. പിന്നെ എന്താ സാധിക്കുക? ആലോചിച്ചങ്ങോരെ. കാലിലൊരു മന്തുണ്ട്, ഈ മന്തൊന്ന് മാറ്റിത്തരുമോ ചോദിച്ചു. അയ്യോ അത് കർമ്മബന്ധം കൊണ്ട് വന്നിട്ടുള്ളതാണ്, അത് മാറ്റാൻ പറ്റില്ല. എന്നാൽ പിന്നെ എന്താ ചെയ്യുക? ആകാവുന്ന സംഗതി വല്ലതും ഉണ്ടോ? വലത്തെ കാലിലത്തെ മന്ത് ഇടത്തെ കാലിലേക്ക് ആക്കുമെന്ന് പറഞ്ഞു. അത് ഞാൻ ചെയ്യാം, കുഴപ്പമില്ല. അത് ചെയ്തിട്ട് ഭദ്രകാളിയാ പോയി. എന്താ ഇത് ഞാൻ പറഞ്ഞത്? അപരാജയ. ഭദ്രകാളിയുടെ മുൻപിലും പരാജയമില്ല ഈ നാരണത്ത് ഭ്രാന്തന്. അതൊരു വിശേഷപ്പെട്ട സിദ്ധിയാണ്. സദാശിവ ബ്രഹ്മേന്ദ്രത്തിൻ്റെ ജീവിതത്തിൽ പല സംഭവങ്ങളും നടന്നിട്ടുണ്ട്. ആരാ ഈ സദാശിവ ബ്രഹ്മേന്ദ്രൻ? ശൃംഗേരി ശങ്കരാചാര്യരുടെ മഠത്തിൽ മഹാനൃസിംഹ ബ്രഹ്മം, മഹാനൃസിംഹ സരസ്വതി എന്നോ എന്തോ ആണ് അദ്ദേഹത്തിൻ്റെ പേര്. അക്കാലത്ത് ശിഷ്യനായിരുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹം ശങ്കരാചാര്യരെ കാണാൻ വരുന്നവരുടെ അടുത്തൊക്കെ ഇദ്ദേഹമാണ് അത്ര ആദ്യം വർത്തമാനം പറയുക. പറഞ്ഞ് വന്നവരെയൊക്കെ തർക്കിച്ചും പറഞ്ഞും തോൽപ്പിക്കും. അപ്പോൾ ആരും ഈ വലിയ സ്വാമിയെ കാണാൻ പോകാൻ പറ്റില്ല എന്നുള്ളൊരു നിലയായി. അപ്പോൾ ശിഷ്യന്മാരെല്ലാവരും കൂടി പറഞ്ഞു, ഈ സദാശിവം എപ്പോൾ നോക്കിയാലും സംസാരിക്കുന്നു, വലിയ വിദ്വാനാണ്, നല്ല അറിവുണ്ട്, ആത്മജ്ഞാനം അതുമുണ്ട് ധാരാളം. അപ്പോൾ ഇങ്ങനെ ആയാൽ നമ്മുടെ ആശ്രമത്തിൽ വ്യവസ്ഥയൊക്കെ പോകുമെന്ന് പറഞ്ഞപ്പോൾ ഒരു ദിവസം വിളിച്ചു അത്രേ, സദാശിവ നീ ഒന്ന് പേശാമ ഇരിപ്പിയാപ്പാന്ന്, ഒന്ന് മിണ്ടാണ്ട് ഇരിക്കുമോ എന്ന് ചോദിച്ചു അത്രേ. ചോദിച്ചപ്പോൾ അന്ന് മുതൽക്ക് മിണ്ടിയിട്ടില്ല അദ്ദേഹം. മിണ്ടലാ നിർത്തിയതിന് ശേഷം ഒരു ഉന്മത്തനായിട്ടായിരുന്നു അദ്ദേഹത്തിൻ്റെ സഞ്ചാരം. പലതുമുണ്ട്. കാവേരി നദീതീരത്ത് മണലിൽ മൂടിക്കിടന്ന് മണലെടുക്കാൻ വന്നവരെ ഇദ്ദേഹത്തിന് തോണ്ടി പുറത്തേക്ക് എടുത്തിട്ടുണ്ട് അത്രേ. പറയാറുണ്ട് അങ്ങനെ. പല കഥകളും ഉണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ. ഒരു ദിവസം ഒരു മുസ്ലിം ഒരു സുൽത്താൻ എന്തോ ഒരു കാര്യത്തിന് പന്തികേട് തോന്നിയിട്ട് ഇദ്ദേഹത്തിൻ്റെ കൈ അങ്ങോട്ട് വെട്ടിയെന്നാണ് പറയുന്നത്. കൈ വെട്ടിയപ്പോൾ കൈ അവിടെ കിടന്നു, ഇദ്ദേഹത്തിൻ്റെ പാട്ടിൽ പോയി. അപ്പോൾ മുസ്ലിമിന് വല്ലാണ്ടേ. അദ്ദേഹം വേഗം ആ കയ്യും പറക്കി ഇദ്ദേഹത്തിൻ്റെ പിന്നാലെ ഓടി ചെന്ന് അവിടെ ചെന്ന് നമസ്കരിച്ച് കാല് പിടിച്ചു. എന്താ ചോദിച്ചു. അങ്ങയുടെ കൈ ഞാൻ വെട്ടിപ്പോയി, ഇതാ എൻ്റെ കയ്യിലുണ്ട്. എവിടെയാ കൈ ചോദിച്ചു. അതെടുത്ത് ഇവിടെ അങ്ങോട്ട് ഒട്ടിച്ച് നടക്കാൻ തുടങ്ങിയത്. ഇതിനൊക്കെ പറഞ്ഞു കേൾക്കുന്നുണ്ട്. എന്തോ ആവട്ടെ, അപരാജയ ഇത് വലിയൊരു സിദ്ധിയാണ്. ഏതാംശോദ്ദേശത പ്രോക്ത യോഗധാരണ സിദ്ധയ
യയാ ധാരണയാ സ്യാത് യഥാവാ സ്യാൻ നിബോധമേ. ഞാനിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് ഉദ്ധവ, ഇതിങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞ് മൊത്തത്തിൽ പറഞ്ഞു വിടുകയല്ല. എന്നോട് ചോദിച്ചുവല്ലോ ഉദ്ധവൻ, ഏത് ധാരണയിൽ കൂടിയാണ് ഏത് സിദ്ധി നേടാൻ പറ്റുക എന്ന് ചോദിച്ചുവല്ലോ, അതിന് മറുപടി ഞാൻ പറയാം. അപ്പം ഏത് ധാരണ ഏത് സിദ്ധിക്ക് പ്രയോജനപ്പെടും എന്നുള്ള വർത്തമാനം പറയാം. ഏതാശ്ചോദ്ദേശത പ്രോക്തോ, ചുരുക്കി ഞാനത് വിവരിച്ചിട്ടുണ്ട്. യോഗധാരണ സിദ്ധയ, ഇതൊക്കെ യോഗധാരണ കൊണ്ട് നേടാവുന്ന സിദ്ധികളാണ്. ഏതുകൊണ്ട് ഏത് സിദ്ധി കൈവരും എന്നുള്ളത് ഞാൻ വിവരിച്ച് വിശദീകരിച്ച് പറയാം. മനസ്സിനെ പലതരത്തിൽ പ്രയോഗിക്കുന്നത് വഴി, വിനിയോഗിക്കുന്നത് വഴി എന്തെല്ലാം സിദ്ധികൾ, അധ്യാത്മമായിരിക്കുന്ന കഴിവുകൾ എങ്ങനെയൊക്കെ കിട്ടുമോ അത് വിവരിക്കുകയാണ്. ഒരു നിലയ്ക്ക് ഗഹനമാണ്, അത്യന്തം സൂക്ഷ്മമാണ്. ഞാൻ നിങ്ങളോട് പറയണ്ടായി, ഇത് സാധാരണ നിലയ്ക്ക് കൂടുതൽ അങ്ങനെ വിവരിച്ച് പറയാൻ ഈ സ്വാമിജിക്ക് ഇഷ്ടമില്ല. പക്ഷേ ശ്രീമദ് ഭാഗവതത്തിൻ്റെ പ്രസക്ത ഭാഗം ഒന്നും വിട്ടുകളയരുതല്ലോ. നിങ്ങളെല്ലാവരും അത് വള്ളിപുള്ളി പോകാതെ കേൾക്കാൻ ഇഷ്ടപ്പെടുന്നവരുമാവും. പ്രമാണവാക്യം എന്താ? സ്വാദു സ്വാദു പദേ പദേ സ്വാദു സ്വാദു ദിനേ ദിനേ. അപ്പോൾ ഭാഗവതത്തിൻ്റെ വാക്കുകൾ ഓരോ ദിവസം ചെല്ലുന്തോറും സ്വാദിഷ്ടമാണ്, കൂടുതൽ കൂടുതൽ. ഓരോ ദിവസം ചെല്ലുന്തോറും എന്നതുപോലെ ഓരോ പദം വായിക്കും തോറും. അപ്പോൾ ഇത് വിട്ടുകളഞ്ഞാൽ നന്നായിരിക്കില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ. അതേസമയം അതിനെ ഒരു പ്രസക്തവും പ്രായോഗികവുമായ രീതിയിൽ പറഞ്ഞ് മനസ്സിലാക്കും വേണം. അത് എളുപ്പമാണെന്ന് വിചാരിക്കേണ്ട. എന്തായാലും കൃഷ്ണൻ തന്നെയാണല്ലോ പറയുന്നതും പറയിപ്പിക്കുന്നതും. ഞാൻ വിവരിക്കാൻ നോക്കട്ടെ. ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം ധാരയേൻ മനഃ അനിമാനം അവാപ്നോതി തന്മാത്രോപാസകോ മമ. ഓരോ സിദ്ധിയും എങ്ങനെയാണ് ഉണ്ടാവുന്നത് എന്ന് പറഞ്ഞ് മനസ്സിലാക്കുകയാണ് ഇവിടെ. ഇതിൽ നിന്ന് നമുക്ക് ഗ്രഹിക്കാനുള്ള പ്രഥമമായിട്ടുള്ള സാരം എന്താണെന്ന് നിങ്ങൾ ആലോചിക്കുന്നുണ്ടോ? അമ്മ പെറ്റ ഒരു ശരീരമാണ് നമുക്ക്. അമ്മ പെറ്റത് ശരീരത്തെയാണ്. ശരീരത്തിൻ്റെ ഉള്ളിൽ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാന്നിധ്യമുണ്ട്. അതിൻ്റെ പ്രകടന വിശേഷമാണ് മനസ്സ്. അത് തന്നെ കുറേ കൂടി ഉത്കർഷം വരിക്കുമ്പോഴാണ് ബുദ്ധിയായി തീരുന്നത്. എല്ലാറ്റിനെയും ക്രോഡീകരിച്ച്, എന്താ ഈ എല്ലാം? കാഴ്ച, ശ്രവണം, രസം, വാസന, സ്പർശം, ഇതൊക്കെ ക്രോഡീകരിച്ച് നിർത്താനാണ് നമുക്കൊരഹങ്കാരം. ഇങ്ങനെ മൂന്നെണ്ണാണ് ശരീരത്തിൻ്റെ ഉള്ളിൽ. പ്രകടന അതൊരു ഇൻസ്ട്രുമെൻ്റാണ്, ഉപകരണമാണെന്ന് പറയാം. പക്ഷേ ഈ ഉപകരണങ്ങളിൽ എല്ലാറ്റിലും കൂടിയുള്ള സാധനമുണ്ടല്ലോ, പൊരുൾ ഒന്നാ. ഏതുപോലെ? ഇവിടെ പിശാങ്കത്തിയുണ്ട്, തുളയ്ക്കാനായിട്ട് ഡ്രില്ലിംഗ് മെഷീനുണ്ട്, കട്ട് ചെയ്യാനായിട്ടുള്ള കട്ടിങ് മെഷീനുണ്ട്, ഇങ്ങനെ ചിപ്പ് ചെയ്ത് കളയാനായിട്ടുള്ള സ്ലിപ്പിംഗ് മെഷീൻ, അങ്ങനത്തതുമുണ്ട്. ഇതെല്ലാം ഒരേ ഇരുമ്പ് കൊണ്ടുണ്ടാക്കുന്നതാണ്. ഇരുമ്പാണല്ലോ വസ്തു. അതുപോലെയാണെന്ന് പറയാം. ഈ ഉപമ പൂർണ്ണമാണെന്ന് ഒരിക്കലും ധരിക്കരുത്. നാം ഉപമകൾ എടുക്കുന്നത് മുഴുവനും ദൃശ്യമണ്ഡലത്തിൽ നിന്നാണ്. എന്നാൽ ഉപമിക്കാൻ ഉദ്ദേശിക്കുന്നതോ അദൃശ്യ വസ്തുവയാണ്. അത് രണ്ടും ഒരിക്കലും ചേരില്ല. എന്നാൽ ഈ ഉപമകളില്ലാതെ നമ്മൾ ഉദ്ദേശിക്കുന്ന കാര്യങ്ങളെ ഉപമിച്ച് വേണ്ടതുപോലെ മനസ്സിലാക്കാൻ സാധിക്കുമോ? അതും വിഷമായിരിക്കും. അതുകൊണ്ട് ഉപമകൾ ഉപയോഗിക്കേണ്ടി വരും. പക്ഷേ വസിഷ്ഠർ ശ്രീരാമനോട് പറഞ്ഞതുപോലെ ഏകദേശ സധാർമ്മിത്വം എന്ന് മനസ്സിലാക്കുക. എത്ര ഉപമ പറഞ്ഞ് ഉപമാനവും ഉപമേയവും ഒക്കെ നിരത്തിയാലും ഏകദേശ സധാർമ്മിത്വം, ഏകദേശമേ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റൂ, മുഴുവനും ആവില്ല. അപ്പം അവസാന ഭാഗം സ്വയം ബുദ്ധി കൊണ്ട് ഗ്രഹിക്കണം. അതിനുള്ള ശക്തി നമുക്കുണ്ടാവും. ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം ധാരയേൻ മനഃ. ഇവിടെ ഈ ഗ്രഹിക്കാനോ ഉണ്ടാകാനോ പോകുന്ന സിദ്ധികളൊക്കെ ദൃശ്യസിദ്ധികളാണ്. അണുവിനെ പോലെയാവുക, മഹത്തായിത്തീരുക, ലഘുവായിത്തീരുക എന്നൊക്കെ പറയുമ്പോൾ ഇത് ശരീരത്തിനെ സംബന്ധിച്ച് പ്രകടമാകുന്ന കഴിവുകളാണ്. ഒരു നിലയ്ക്ക് സ്ഥൂലം തന്നെ. എന്നാൽ ഈ സ്ഥൂലമായിരിക്കുന്ന കഴിവുകളും യോഗ്യതകളും പരിണാമങ്ങളും കൈവരിക്കുന്നത് എങ്ങനെയാ? മനസ്സിൻ്റെ പ്രയോഗം കൊണ്ടാണ്. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ പറയുന്നത്? അമ്മ പെറ്റത് ശരീരമാണ്. ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സിനെയോ ബുദ്ധിയെയോ അഹങ്കാരത്തെയോ അമ്മ പെറ്റിട്ടില്ല. അപ്പോൾ ഈ ശരീരം നമുക്ക് പ്രമാണമാണെങ്കിലും ഈ ശരീരത്തിനെ ഉജ്ജീവിപ്പിച്ച് നിർത്തുക എന്ന് വെച്ചാൽ അതിൽ രക്തസഞ്ചാരം, പ്രാണസഞ്ചാരം, വായുവിൻ്റെ വരവും പോക്കും, ഭക്ഷണം കഴിച്ചത് ദഹിച്ച് രക്തമായി തീരുക, ഇങ്ങനെയുള്ള പരിണാമങ്ങളടക്കം എല്ലാം ഉണ്ടല്ലോ. ഇതൊക്കെ നിർത്തുന്നത് ശരീരമല്ല, ശരീരത്തിൻ്റെ ഉള്ളിലുള്ള സാന്നിധ്യമാണ്. ആ സാന്നിധ്യത്തിനുള്ള കഴിവിനെ പറ്റി ആരും അറിയുന്നില്ല. നമ്മളെ പെറ്റ അമ്മയ്ക്ക് അറിയോ?
അമ്മയുടെ സ്വയം മനസ്സിൻ്റെ കഴിവോ താൻ പെറ്റ കുഞ്ഞിൻ്റെ മനസ്സിൻ്റെ കഴിവോ ആർക്കെങ്കിലും അറിയോ? അറിയില്ല. ഇപ്പൊ കൗസല്യയ്ക്ക് മനസ്സിലായോ ശ്രീരാമന്റെ കഴിവ് എത്രയാണെന്ന്? ദേവകിക്കോ യശോദയ്ക്കോ മനസ്സിലായോ കൃഷ്ണന്റെ കഴിവ് എത്രയാണെന്ന്? എന്നാ കൃഷ്ണന് 10,000 കൈയുണ്ടായിരുന്നോ? ഇല്ല. 2 കൈ, 1 തല, ഒരു മൂക്കിൽ 2 തുള, 2 കണ്ണ്, 2 കാല്, ഇതൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ കൃഷ്ണ പരമാത്മാവായിരുന്നു വാസ്തവത്തിൽ. ആ കഴിവ് ദേഹത്തിൻ്റെ ദൈഹികമാണോ അതോ മനസ്സിൻ്റെ കഴിവോ? മനസ്സിൻ്റെ. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും ഉള്ളിലൊരു മനസ്സുണ്ട്. അതാരും ചോദ്യം ചെയ്യില്ലല്ലോ, ഇല്ല എന്ന് പറയൂലല്ലോ. ആ മനസ്സിനെ എങ്ങനെയൊക്കെ പ്രയോഗിക്കാമെന്ന് നമ്മൾ എങ്ങനെ പ്രയോഗിക്കണം? കണ്ണുകൊണ്ട് കാണാൻ, ചെവി കൊണ്ട് കേൾക്കാൻ, മൂക്ക് കൊണ്ട് മണക്കാൻ, നാവ് കൊണ്ട് രുചിക്കാൻ, ത്വക്ക് കൊണ്ട് സ്പർശിക്കാൻ. ഇത്രയേ നാം ഉപയോഗിക്കുന്നുള്ളൂ. കുറേ വായിക്കും, വായിച്ച് പഠിക്കും, ബിരുദങ്ങളൊക്കെ നേടും, എന്തെങ്കിലും ഭരണപരമായോ ശാസ്ത്രീയമായോ ഒരു ഉദ്യോഗം തേടും, കുറച്ച് ശമ്പളം മേടിക്കും, അങ്ങനെ കല്യാണം കഴിച്ച് ജീവിക്കുക. ഇത്രയും നമ്മുടെ ഉള്ളിലുള്ള ഉദ്ദേശമുള്ളൂ. നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനസ്സ്, ഈ പ്രവൃത്തികളൊക്കെ ശരീര ഉപകരണങ്ങളെ കൊണ്ട് ചെയ്യിക്കുന്ന മനസ്സിന് അനന്തമായിരിക്കുന്ന വിവിധ പ്രഭാവങ്ങളുണ്ട്. ഇതാരും അറിയില്ല. അപ്പം നമ്മുടെ ശരീരത്തിൻ്റെ ഉള്ളിലുള്ള മനസ്സ് ഉപായപ്പെട്ടതല്ല. അത് വളരെ ഭീമമാണ്, ബൃഹത്താണ്, അചിന്ത്യമാണതിൻ്റെ പ്രഭാവം. എന്തു വേണമെങ്കിൽ അതിന് ചെയ്യാൻ പറ്റും. സൃഷ്ടികർത്താവിൻ്റെ കയ്യിൽ സൃഷ്ടിശക്തി എത്രത്തോളം ഉണ്ടോ അതേമാതിരി മനുഷ്യ മനസ്സിൻ്റെ കയ്യിൽ മനുഷ്യലോകത്തിൽ സൃഷ്ടിക്കാനുള്ള ശക്തിയും വേണ്ടത്തോളം ഉണ്ട്. ബാക്കിയുള്ള സൃഷ്ടികളെ വിടും നമ്മുടെ ശരീരത്തിനെടുത്ത്. ഈ സർക്കസിലുള്ള കുട്ടികളെ കണ്ടിട്ടുണ്ടാവില്ലേ നിങ്ങൾ? അവർ ആ ശരീരത്തിനെ എന്തുമാത്രം വിളയ്ക്കും. പിന്നാക്കം വളച്ച് പിന്നിൽ കിടക്കുന്ന മേശയിൽ കിടക്കുന്ന ഒരു കർച്ചീഫ് കടിച്ച് ചുണ്ടുകൊണ്ട് കടിച്ച് അവർ പുറത്തേക്ക് ഇങ്ങോട്ട് കൊണ്ടുവരും, മടങ്ങി വരും. അപ്പം ഈ ശരീരത്തിന് നമുക്ക് പലതരത്തിലും വളച്ച് മെയ്സ്വാധീനം വരുത്തുന്നത് പോലെ ഈ മനസ്സിൻ്റെ പ്രയോഗം കൊണ്ട്, ധ്യാനപ്രയോഗം കൊണ്ട് ഈ ശരീരത്തിൽ പല ദൃശ്യമായ മാറ്റങ്ങളും വരുത്താൻ സാധിക്കും എന്നാണ് നിങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. അങ്ങനെ മനസ്സിൻ്റെ യോഗ്യതയെ വേണ്ടതുപോലെ പ്രതിപാദിച്ച് ശ്രോതാക്കളെ കൊണ്ട് ഗ്രഹിപ്പിക്കാൻ വേണ്ടി ഒരു സിദ്ധി പ്രകരണം അവതരിപ്പിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സിൻ്റെ ശക്തിയെ അളന്നു നോക്കിക്കോളൂ. അളക്കാൻ പറ്റില്ല. നമ്മൾ സമുദ്രത്തിൻ്റെ മുകളിൽ കപ്പലോടിക്കാറുണ്ട്, മീൻ പിടിക്കുന്നവർ വഞ്ചിയും ഓടിക്കാറുണ്ട്. അവർക്ക് സമുദ്രത്തിൻ്റെ ആഴമറിയാമോ? അതിൻ്റെ അടിയിൽ കിടക്കുന്ന മുത്തുകളെ പറ്റി അറിയാൻ പറ്റുമോ? എന്തൊക്കെയാണ് സമുദ്രത്തിൻ്റെ ഉള്ളിൽ നിന്ന് അവർ കാണുന്നുണ്ടോ? ഇല്ല. അതുപോലെയാണ് ഈ മനസ്സമുദ്രം അല്ലെങ്കിൽ ആകാശം. അതിൻ്റെ ഉൾവൈഭവം എത്രയുണ്ടെന്ന് ഒരാൾക്കും അറിയില്ല. അതിൻ്റെ വൈഭവം കൊണ്ട് നേടിയെടുക്കാൻ പറ്റാത്തതൊന്നുമില്ല എന്ന് കൃഷ്ണൻ എല്ലാവരെയും പറഞ്ഞറിയിക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പോൾ ഉദ്ധവൻ ചോദിച്ച ചോദ്യത്തിന് മനുഷ്യരാശിക്ക് എക്കാലത്തേക്കും അറിയേണ്ടതായ ഒരു ഉള്ളറിവാണ് ഇവിടെ പ്രദാനം ചെയ്യുന്നത് കൃഷ്ണൻ. ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം ധാരയേൻ മനഃ അണിമാനം അവാപ്നോതി തന്മാത്രോപാസകോ മമ. ഇവിടെ ആരാ 2 വിഷയം? ഭക്തൻ അല്ലെങ്കിൽ ജിജ്ഞാസു അല്ലെങ്കിൽ യോഗം അഭ്യസിക്കുന്നവൻ, യോഗസാധകൻ ഒരു ഭാഗത്ത്, മറുഭാഗത്തോ ജഗദീശ്വരൻ. നാം എല്ലാ യോഗ്യതകളും നേടാൻ ഉദ്ദേശിക്കുന്നത് ലോകത്തിൽ പയറ്റിയിട്ടാണ്, ലോകവസ്തുക്കളുമായി പയറ്റിയിട്ടാണ്. ഇവിടെ കൃഷ്ണൻ പറയുന്നത് നിങ്ങളുടെ മനസ്സിനെ ഉപയോഗിച്ച് ലോകവസ്തുക്കളുടെ പിന്നാലെ പോണ്ട, എൻ്റെ പിന്നാലെ വരുമെന്ന്. എന്ന് പറഞ്ഞാൽ പരമാത്മാവിൻ്റെയും പരമേശ്വരൻ്റെയും പിന്നാലെ. അപ്പോൾ ഒരു ഭാഗത്ത് അഭ്യാസി അല്ലെങ്കിൽ സാധകൻ അല്ലെങ്കിൽ ഭക്തൻ, മറുഭാഗത്ത് പരമാത്മാവായ പരമേശ്വരൻ. ഇവർ 2 പേരും തമ്മിലുള്ള സമ്പർക്കം കൊണ്ടാണ് എല്ലാ വിധത്തിലുള്ള സിദ്ധികളും ഉണ്ടാവുന്നത്. അപ്പം 2 ഫാക്ടേഴ്സ് ഇവിടെ കോൺസ്റ്റന്റ് ആണ്. ഒന്ന് മനുഷ്യ മനസ്സ്, മറുഭാഗത്തോ ജഗദീശ്വരൻ. ആ മനസ്സിനെ ഈശ്വരനെ ചൊല്ലി പലതരത്തിലും നാം വിനിയോഗിക്കുകയാണ്. ഇവിടെ എത്തരത്തിലുള്ള വിനിയോഗം ആദ്യമായിട്ട് പറയുന്നത് ഈ സ്കന്ധത്തിലുള്ള 10ാമത്തെ ശ്ലോകം, ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം ധാരയേൻ മനഃ. ജഗദീശ്വരനെ ഭൂതസൂക്ഷ്മാത്മാവായി കാണണം. നിങ്ങൾ ആരെങ്കിലും അങ്ങനെ കാണാറുണ്ടോ? സാധാരണ എല്ലാവരും ഈശ്വരനായിട്ട് കാണുന്നത് എന്താ? ഒന്നിലോ ഒരു ബിംബം അല്ലെങ്കിൽ ഒരു വിഗ്രഹം. നമ്മളിപ്പോൾ ഗുരുവായൂർ ഭൂലോക വൈകുണ്ഠമാക്കി തീർത്തിരിക്കുക. അവിടെ എല്ലാം കൂടി ഉള്ളത് എന്താ? കൃഷ്ണന്റെ അച്ഛനും അമ്മയും വസുദേവനും ദേവകിയും പൂജിച്ചു കൊണ്ടിരുന്ന ഒരു മഹാവിഷ്ണു വിഗ്രഹം അഞ്ജനക്കല്ലുകൊണ്ട് ഉണ്ടാക്കിയതുണ്ട് അവിടെ. അതാണ് ഭൂലോക വൈകുണ്ഠമാക്കി തീർത്തിരിക്കുന്നത്. അപ്പം എല്ലാവരും ഓടുന്നത് എന്താ? അവിടെ ഒരു വിഗ്രഹം കാണാനാണ്. ഇവിടെ ഓട്ടവും വേണ്ട, ചാട്ടവും വേണ്ട. നമുക്കിപ്പോൾ എന്തു വേണം? വാകച്ചാർത്തോ
മധ്യാഹ്ന പൂജയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുന്ന ആളെയോ സായങ്കാലത്തെ പൂജയ്ക്ക് തയ്യാറായിട്ട് നിൽക്കുന്ന ആളോ ഒന്നുമല്ല നമുക്കിവിടെ ആവശ്യം. ആ ഭഗവാനെയല്ല. നമുക്കിവിടെ ഈശ്വരനുണ്ട്. ഈ ലോകത്തിനെ മുഴുവനും സൃഷ്ടിച്ച് നിലനിർത്തുന്നതായ വിശേഷപ്പെട്ട ഒരു ശക്തി. ആ ശക്തിയെ ഈ സമയത്ത് എങ്ങനെ ധ്യാനിക്കണം? സൂക്ഷ്മാത്മാവായി ധ്യാനിക്കണം. ഭൂതസൂക്ഷ്മാത്മനിമയി, എന്നെ ഭൂതസൂക്ഷ്മാത്മാവായി. ഭൂതങ്ങൾ എന്ന് പറഞ്ഞാൽ എന്തെല്ലാം ഭവിച്ചിട്ടുണ്ടോ അതൊക്കെ ഭൂതമാണ്, ഭൂതങ്ങളാണ്. അതിൽ സൂക്ഷ്മമായിരിക്കുന്ന ആത്മാവ്. ആത്മാ സ്ഥൂലമാണെന്ന് നിങ്ങൾ പറയില്ലല്ലോ. സ്ഥൂലം ശരീരമാണ്. ആ സ്ഥൂല ശരീരത്തിൽ അടിതൊട്ട് മുടി വരെ പാഞ്ചഭൗതികമായ ശരീരത്തിൽ ആകാശത്തിൽ അടക്കം വ്യാപിച്ചു കിടക്കുന്നതാണ് ആത്മ. അപ്പൊ ഈ 5 ഭൂതങ്ങളെക്കാൾ സൂക്ഷ്മത അതിനുണ്ട്. അങ്ങനെ ഭൂതങ്ങളിൽ സൂക്ഷ്മമായി വർത്തിക്കുന്ന ഞാൻ, ആത്മാവ്, അന്തരാത്മാ. ആ അന്തരാത്മാവായ എന്നെ തന്മാത്രം ധാരയേൻ മനഃ. ആ മനസ്സ് തന്നെ ഒരു തന്മാത്ര പോലെയാ. ആ മനസ്സിനെ എന്നെ തന്മാത്രം, എന്നെ ആ തന്മാത്രമായിരിക്കുന്ന എന്നെ അണിമാനം അവാപ്നോതി, അതിനെ ധ്യാനിക്കണം. അപ്പം മനസ്സുകൊണ്ട് അതിസൂക്ഷ്മമായിരിക്കുന്ന ഒരു ധ്യാനം. ചെറുപ്പം മുതൽക്ക് നാം കാണുന്നത് ലോകവസ്തുക്കളെയാണ്. ആ ലോകവസ്തുക്കളൊക്കെ സ്ഥൂലമാണ്. അത് ഖരവസ്തു ആയാലും ദ്രവവസ്തു ആയാലും വാതമായാലും ശരി, ഒക്കെ സ്ഥൂലമാണ്. ഇന്ദ്രിയങ്ങൾക്ക് ഗ്രഹിക്കാവുന്നതാണ്. ഇപ്പം കാറ്റ് വന്ന് മേലടിക്കുമ്പോൾ ത്വക്കിന് നമുക്ക് മനസ്സിലാവും. മൂക്കിൻ്റെ ഉള്ളിൽ കിടക്കുമ്പോൾ നമുക്കറിയാം അത് സ്ഥൂലമാണ്. ശബ്ദം പോലെ, നിറം പോലെ. ഇപ്പം നിറം എന്ന് പറയുന്നത് അവിടെ ഉള്ളതാണ്. ഇവിടെ നിൽക്കുമ്പോൾ ഞാൻ ആ വാതിലിൻ്റെയോ ചുമരിൻ്റെയോ നിറം കാണുന്നു, എൻ്റെ ഉള്ളിൽ പ്രവേശിക്കുന്നു. ആ നിറം അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടല്ല. അപ്പം ഇതൊക്കെ സ്ഥൂലമാണ്. ആ സ്ഥൂലം എന്നുള്ളത് വിട്ട് എന്തു വേണം? എന്താ നമ്മൾ ചെയ്യേണ്ടത്? ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം മനഃ ധാരയേ. ഇവിടെ ഭഗവാനെ ഭൂതസൂക്ഷ്മാത്മാവായി കാണണം. മനസ്സോ തന്മാത്രമാണ്. വാസ്തവത്തിൽ മനസ്സ് ശബ്ദമല്ല, സ്പർശമല്ല, രൂപമല്ല, ഗന്ധമല്ല, രസമല്ല. ഇതിനെയെല്ലാം അറിയുന്നതും ഉണരുന്നതുമായ കൂടുതൽ സൂക്ഷ്മമായിരിക്കുന്ന ഒരു സാന്നിധ്യ വിശേഷമാണത്. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ കൂട്ടരെ? പഞ്ചഭൂതങ്ങൾ ഇന്ദ്രിയങ്ങൾ കൊണ്ട് കാണുന്നു. ഓരോ ഭൂതത്തിനും ഓരോ ഗുണമുണ്ട്. ഭൂമിക്കുള്ളതാണ് ഗന്ധം, വെള്ളത്തിനുള്ളതാണ് രസം, വായുവിനുള്ളതാണ് സ്പർശം, അഗ്നിക്കുള്ളതാണ് എന്ത്? നിറം. അവിടുന്ന് അങ്ങോട്ടോ ആകാശത്തിന് ശബ്ദവും. ഇതെല്ലാമാണ് നമ്മൾ കാണുന്നത്. അപ്പം ഈ കാണുന്ന ആ വസ്തുക്കളെയാണ് തന്മാത്ര, ശബ്ദം, സ്പർശം, രസം, രൂപം, ഗന്ധം എന്ന് പറയുന്നത്. പഞ്ചഭൂതങ്ങളുടെ ഗുണവിശേഷങ്ങളാണ്. ഈ ഗുണവിശേഷങ്ങളെ ഗ്രഹിക്കുന്നതാണ് മനസ്സ്. അപ്പം മനസ്സ് അങ്ങനെയുള്ളതല്ല, അതിസൂക്ഷ്മമായിട്ടുള്ളതാണ്. അങ്ങനെ ഒരു പേര് മാത്രമേ നമുക്ക് മനസ്സിൻ്റെ പറയാൻ പറ്റുള്ളൂ. മനസ്സ് എന്ന് പറയുമ്പോൾ നിങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കണം. ആ ശബ്ദം മാത്രമാണ്. അപ്പോൾ എന്താ ഇവിടെ പറയുന്നത്? ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം മനഃ ധാരയേ. തന്മാത്രം പോലെയുള്ളതായി മനസ്സിനെ ഭൂതസൂക്ഷ്മാത്മാവിൽ ചെലുത്തി ധ്യാനിക്കണം. അപ്പം നിങ്ങൾ ഇങ്ങനെ ഇരുന്നിട്ട് ഒരു രൂപം ചിന്തിച്ചാൽ പറ്റില്ല, രൂപം ചിന്തിച്ചാൽ പറ്റില്ല. ഞാൻ ഭഗവാനെ ധ്യാനിക്കുന്നു, ചതുർഭുജധാരിയാണ്, ശംഖുചക്ര ഗദാപത്മങ്ങളുണ്ട്, വനമാലയുണ്ട്, കുണ്ടലങ്ങളുണ്ട്, കിരീടമുണ്ട്, കയ്യിൽ ബ്രേസ്ലെറ്റ് ഉണ്ട്, തോൾ വിളകളുണ്ട്, അരഞ്ഞാണുണ്ട്. ഇതൊന്നും പറഞ്ഞ് ധ്യാനിച്ചിട്ട് കാര്യമില്ല. ഈ വസ്തുക്കളെയൊക്കെ കടന്നു ചെന്ന് എല്ലാ ദിക്കിലും വ്യാപിച്ചു കിടക്കുന്ന ഭൂതസൂക്ഷ്മാത്മാവായി എന്നെ ധ്യാനിച്ച് മനസ്സ് അവിടെ അങ്ങോട്ട് ഉറച്ചാലോ തന്മാത്രോപാസക. ഇത് ഒരു ദിവസം കൊണ്ട് സാധിക്കില്ല. ആദ്യം നിങ്ങൾ പുറപ്പെടും. മനസ്സ് ഭൗതിക വിചാരങ്ങളിൽ നിന്ന് ഉയർന്നു എന്ന് വരില്ല. സൂക്ഷ്മം സൂക്ഷ്മം, ഇത് 2 അക്ഷരല്ലേ ആയുള്ളൂ. അപ്പ എന്താണ് ഈ സൂക്ഷ്മം? നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഞാനിവിടെ ഇരിക്കണം, ഈ മുറിയിൽ 4 ഭാഗത്തും ചുമര, എല്ലാം കൂടി ഞങ്ങൾ 6 പേരും ഉണ്ട്. ഞങ്ങൾ തമ്മിൽ കുറേ ദൂരങ്ങളുണ്ട്. ഈ ദൂരം എന്ന് പറയുന്നത് എന്താ? സ്പേസ്, ആകാശം. അത് സൂക്ഷ്മമല്ലേ? പക്ഷെ അങ്ങനെ ദൂരമുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലേ? ഇവിടുന്ന് സൂര്യനെയോ നക്ഷത്രത്തെയോ നോക്കുമ്പോൾ ആ നക്ഷത്രം ഇത്ര ദൂരെ, അകലെ എന്ന് നാം പറയുമ്പോൾ ആ അകലെ എന്നുള്ള റെഫറൻസ് ഉണ്ടല്ലോ, ചൂണ്ടിക്കാട്ടൽ. അത് എന്തിനെ ബാധിക്കുന്നതാ? നക്ഷത്രത്തിനെ ബാധിക്കുന്നതോ അത് ഉള്ളിലുള്ള ആ ദൂരത്തെയോ? ആ ദൂരത്തിലുള്ള പദാർത്ഥം എന്താ? ആകാശം അഥവാ സ്പേസ്. അങ്ങനെ ചിന്തിച്ചു നോക്കൂ. അപ്പം നാം അധിവസിക്കുന്ന ലോകത്തിൽ സ്പേസ് അല്ലേ എത്രയോ കൂടുതൽ ഗോളങ്ങളെക്കാളും. അതിനെ നിങ്ങൾ ഗ്രഹിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? അപ്പം ഈ വിഡ്ഢികളാകരുത്, പമ്പര വിഡ്ഢികൾ. മിണ്ടരുത് നിങ്ങൾ. ഇത്ര നാളും ഞാൻ ഈ മുക്തിസുധാകരം പറഞ്ഞ് കേൾപ്പിച്ച് നിങ്ങളെല്ലാവരും കാണുന്നത് നിങ്ങൾ കാണുന്നു, കേൾക്കണു. ഞാൻ
കേൾപ്പിക്കുക മാത്രമേ ചെയ്യുന്നുള്ളൂ. അപ്പോൾ എന്നേക്കാളും ഭേദമാണ് നിങ്ങളുടെ സ്ഥിതി. എനിക്ക് പറയാനല്ലേ പറ്റുന്നുള്ളൂ, നിങ്ങളെ ആരെയും കാണാൻ പറ്റുന്നില്ല. നിങ്ങൾക്ക് സ്വാമിജിയെ കാണുകയും ചെയ്യാം, കേൾക്കുകയും ചെയ്യാം. മുക്തിസുധാകരം ഞാൻ കേട്ടു എന്നല്ല എല്ലാവരും പറയുക, മുക്തിസുധാകരം ഞാൻ കാണുന്നുണ്ട് എന്നാണ് എല്ലാവരും പറയുക. അങ്ങനെ ഇത്ര നാൾ 10,400 ചില്ലാം എപ്പിസോഡ് സർഗം കഴിഞ്ഞു. ഇതെല്ലാം കേട്ടതിന് ശേഷം നിങ്ങളുടെ മനസ്സുകൊണ്ട് ഒരു സൂക്ഷ്മഭാവന പറ്റുന്നില്ല എന്ന് പറഞ്ഞാൽ എങ്ങനെ സ്വീകരിക്കുന്ന നിങ്ങൾ പറയണത്? എത്ര മരമണ്ടനും 2-3 കൊല്ലം പഠിച്ചാൽ ഒരു ക്ലാസ് പാസ്സാവുന്നുണ്ട്. ഇത് 400 സർഗം കേട്ടിട്ട് നിങ്ങൾ കുറച്ചെങ്കിലും ഒരു 85% മാർക്ക് നിങ്ങൾ മേടിക്കണ്ടേ? അപ്പോൾ ഭൂതസൂക്ഷ്മാത്മനിമയി തന്മാത്രം മനഃ ധാരയേ തന്മാത്രോപാസക. അങ്ങനെ തന്മാത്രോപാസകനാവുന്നു ഭക്തൻ. എന്താ ഈ തന്മാത്രോപാസകൻ? സ്ഥൂലരൂപമല്ല ധ്യാനം, സർവവ്യാപകമായി സൂക്ഷ്മമായിരിക്കുന്ന മഹാവിഷ്ണുവിനെയാണ് ഇപ്പൊ ധ്യാനിക്കുന്നത്. ഭൂതസൂക്ഷ്മാത്മാവായിട്ടാണ് ആ ധ്യാനം ധ്യാനിച്ച് 1 ദിവസമല്ല, 2 ദിവസമല്ല, ഒരാഴ്ചയല്ല, ഒരു പക്ഷേ 1 മാസമല്ല, 12 മാസത്തിലും കവിഞ്ഞ് എപ്പോൾ കണ്ണടഞ്ഞിരുന്നാലും ആ സൂക്ഷ്മമായിരിക്കുന്ന ഭാവന ഉള്ളിൽ കയറി ശരീരം തന്നെ ഇങ്ങനെ ഒന്ന് ഇളകി തുടങ്ങും. ശരീരം മുഴുവനും ഇങ്ങനെ ആവിയായി പോയ മാതിരി തോന്നും. ഓരോ രോമകൂപങ്ങളിലൂടെ, സെല്ലുകളിലൂടെ ഒരു റേഡിയേഷൻ, എ ബോയൻസി എന്ന് പറയട്ടെ, ഒരു വികസനം, ഒരു ഊഷ്മളത അതിങ്ങനെ പ്രസരിച്ചു കൊണ്ടിരിക്കുന്നതായിട്ട് തോന്നാം. ആ ഉള്ളിലുള്ള വസ്തുവാണ് കൂടുതൽ അറിയപ്പെടുക. നിങ്ങളുടെ ശരീരത്തിൻ്റെ രൂപം കണ്ണടച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സ് നിങ്ങൾക്ക് ഉണരാൻ പറ്റില്ല. നമ്മുടെ ശരീരത്തിൽ തിങ്ങി നിറഞ്ഞിരിക്കുന്ന ചൂടുണ്ടല്ലോ, ചൂട്, ആ ചൂട് ജനിപ്പിക്കുന്ന ചേതനാ സാന്നിധ്യം അതിന് നമുക്ക് മനസ്സിലാവും. അങ്ങനെ ധ്യാനിച്ച് ആ ധ്യാനത്തിൽ ഉറപ്പങ്ങോട്ട് വന്നാൽ അണിമാനം അവാപ്നോതി. അണു അണു എന്ന് പറഞ്ഞാൽ എന്താ ഈ അണു? അതിസൂക്ഷ്മമായിരിക്കുന്ന വസ്തുവാണ് അണു. ഇപ്പം നിങ്ങളുടെ കയ്യിൽ എന്ത് വേണമെങ്കിൽ ഒരു പിടി മണ്ണ് അല്ലെങ്കിൽ ഒരു കല്ലെടുക്കുക, അതിനെ പൊടിച്ച് ആ പൊടിയിൽ ഓരോ തരിയെടുത്ത് ആ തരിയെ പിന്നെയും ഭേദിച്ച് അതിനെ പിന്നെയും ഭേദിച്ച് അവസാനം അതിൻ്റെ ആണവികമായിരിക്കുന്ന ഒരു ഘടകവിശേഷത്തിൽ എത്തിച്ചേർന്നാൽ എന്തായിരിക്കും സ്ഥിതി? വലിയ ഒരു സാധനം, കനമുണ്ട്, ഭാരമുണ്ട്, ആകൃതിയുണ്ട്, ആകത്തുകയുണ്ട്. ആ സാധനം കുറഞ്ഞ് ഒരു അണുവാകും. ഇനി ഒരു തരത്തിൽ പറയുകയാണെങ്കിൽ ഒരു വൃത്തം വരയ്ക്കുന്നത് മുഴുവൻ ഒരു കേന്ദ്ര ബിന്ദുവിൽ നിന്നാണ്. ആ വൃത്തത്തിൻ്റെ ചുറ്റളവ് മുഴുവൻ ചുരുക്കി കൊണ്ടുവന്ന് ആ റേഡിയസും വ്യാസവും ചുരുങ്ങി പൂജ്യമായാൽ എന്തായിരിക്കും സ്ഥിതി? അതുപോലെയാവും നമ്മുടെ ശരീരം. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാസ്തത്പരായണാഃ. ഇത് ഭഗവത്ഗീതയിൽ കൃഷ്ണൻ പറയണതാ. തദ്ബുദ്ധയഃ തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ. എല്ലാ വാക്കിലും തത് എന്ന് വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തതിന് ശേഷം പറയാണ് തദ്ബുദ്ധയഃ. ബുദ്ധി എപ്പോഴും അതിൽ നിലനിർത്തിക്കൊണ്ടിരിക്കണം. ബുദ്ധി അറിയാൻ നോക്കുന്നത്, കൊതിക്കുന്നത്, അന്വേഷിക്കുന്നത്, തിരയുന്നത് അത് അതിനെയാവണം. അപ്പോൾ ബുദ്ധിയിൽ ആലോചനാരൂപത്തിൽ സ്ഥാനം പിടിക്കേണ്ടത് പരമസത്യമാണ്. തദാത്മാനഃ. ഈ സത്യം പുറമേയുള്ളതല്ല, നമ്മുടെ തന്നെ അന്തരാത്മാവാണ്. അപ്പം ആ ആത്മാവാണ് ഞാൻ, അതാണ് ഞാൻ എന്നുള്ളൊരു തോന്നൽ. തന്നിഷ്ഠാഹ. ഇതല്ലാതെ വേറെ ജീവിതത്തിൽ എനിക്ക് ഒരു നിഷ്ഠയുമില്ല. എൻ്റെ കയ്യിൽ ജപമാലയില്ല, തുളസിമാലയില്ല, ബിംബമില്ല, ദർഭപ്പുല്ലില്ല, ഒരു പൂജയും ഒരു ഉപാസനയും ഞാൻ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഈ തത്വവിചാരം മാത്രമാണ് നിഷ്ഠ എന്നുള്ളത് ഉറച്ചു നിൽക്കണം. നിങ്ങളുടെ മനസ്സിലും ബുദ്ധിയിലും ഈശ്വരൻ എപ്പോഴും നിലനിന്നാൽ അതിൽ മീതെ തന്നെ ഒരു നിഷ്ഠയുണ്ടോ? അങ്ങനെ ആവാനല്ലേ നമുക്ക് വിഷമം. ധ്യാനവും കൂടി ഇതിൻ്റെ പിന്നിലാണ്. ധ്യാനം എന്ന് പറയുന്നത് ഒരു നിലയ്ക്ക് മനസ്സിനെ നിശ്ചലമോ ശൂന്യമോ ആക്കി തീർക്കുന്നതാണെന്നാണ് നിങ്ങൾ സ്വതവേ പറയുക. അതിനെയൊക്കെ കവച്ചു നിൽക്കുന്നതാണ്. സ്പന്ദനാത്മകമായിരിക്കുന്ന ഒരു വിശേഷ നിഷ്ഠയാണ്. തന്നിഷ്ഠാഃ തത്പരായണാഃ. അതാണ് എനിക്ക് ആശ്രയം. അത് വിട്ട് ഒരാശ്രയവുമില്ല. ഇങ്ങനെ 4 വാക്കാണ് ഉപയോഗിച്ചിരിക്കുന്നത്. തദ്ബുദ്ധയസ്തദാത്മാനഃ തന്നിഷ്ഠാഃ തത്പരായണാഃ. അങ്ങനെയുള്ള ഒരു നില. ഭൂതസൂക്ഷ്മാത്മാവ് അതാണ് ജഗതീശ്വരൻ. ആ ജഗതീശ്വരൻ്റെ സൂക്ഷ്മഭാവമാണ് എനിക്ക് വേണ്ടത്. എനിക്ക് ആ ഓടക്കുഴൽ വിളിക്കുന്ന കൃഷ്ണനെ അല്ല ഇവിടെ ആവശ്യം.
ഭൂതസൂക്ഷ്മാത്മാവായിരിക്കുന്ന സത്യത്തെ, തത്വത്തെ, സാന്നിധ്യത്തെ, അതാണ് എനിക്ക് വേണ്ടത്. അങ്ങനെ മനസ്സ് തന്നെ അതിനെക്കുറിച്ച് വിചാരിച്ച് 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 അതിസൂക്ഷ്മമായി തീരുള്ളൂ. ആ ആയിത്തീരൽ ശരീരത്തിനും ബാധിക്കും. ശരീരത്തിനും. യാമതി സാ ഗതിർഭവേത്. അഷ്ടാവക്ര സംഹിതയിൽ അഷ്ടാവക്രൻ ജനകനോട് പറയുന്നതാ, കിം വദന്തീഹ സത്യേയം യാ മതി സാ ഗതിർഭവേത്. ഒരു പഴമൊഴിയുണ്ട്, എന്ത് വിചാരിക്കുന്നുവോ നാം അതായിത്തീരുന്നു. നമ്മുടെ മനസ്സിൽ എന്ത് സങ്കല്പിക്കുന്നുവോ ആ സങ്കല്പം അതിതീവ്രമായി, അതിതീക്ഷ്ണമായി, സമഗ്രമായി, സമ്പൂർണമായി, ഗാഠഗാഠമായി എന്നുണ്ടെങ്കിൽ അത് തന്നെ നാം ആയിത്തീരും. ഭൂതസൂക്ഷ്മാത്മാവിനെ കുറിച്ച് ചിന്തിച്ച് 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 ഭാവന ചെയ്ത് ഭാവന ചെയ്ത് ഭാവന ചെയ്ത് അതിൽ ഏകാഗ്രമായി ഏകാഗ്രമായി ഏകാഭിമുഖമായി മനസ്സ് അങ്ങനെ ആവുമ്പോൾ അണിമാനം അവാപ്നോതി. അണിമാനം അവാപ്നോതി. ആ അണുവിൻ്റെ ഭാവം അങ്ങനെ ആയിത്തീരും. തൻ മാത്രോപാസകോ മമ. ആർക്കാ ഇത് സംഭവിക്കുന്നത്? എൻ്റെ ഉപാസകന്. ഉപാസകൻ എന്തിനെയാണ് ഉപാസിക്കുന്നത്? ഭൂതസൂക്ഷ്മാത്മ. ആ നിലയാണ് മനസ്സിലെപ്പോഴും വിചാരിക്കേണ്ടത്. ഇത് പറയാൻ എന്താ കാര്യം? 10-ാം അധ്യായത്തിൽ 34-ാമത്തെ ശ്ലോകത്തിൽ കൃഷ്ണൻ ഒന്ന് പറഞ്ഞു വെച്ചു. എന്താ അത്? കാല ആത്മാഗമോ ലോക സ്വഭാവോ ധർമ്മയേവ ച ഇതി മാം ബഹുധാ പ്രാഹുഃ ഗുണവ്യതികരേ സതി. എല്ലാവരും ശ്രദ്ധിക്കണത്, ആരും ശ്രദ്ധിക്കില്ല. നിങ്ങളൊക്കെ ഈശ്വരൻ ഈശ്വരൻ എന്ന് 3 അക്ഷരം പറഞ്ഞ് രക്ഷപ്പെടുക. എന്തിനെയാണ് ഈ ഈശ്വരൻ എന്ന് പറയുന്നത്? ഈ പ്രപഞ്ചത്തിൽ കാലം എന്നൊന്നുണ്ട്. അത് അളക്കാൻ പറ്റാത്തതാണ്, നിരൂപിക്കാൻ പറ്റാത്തതാണ്, ഇമ്മെഷറബിൾ. ആത്മാഗമോ, പിന്നെ എല്ലാറ്റിനെയും വെളിപ്പെടുത്തുന്ന വേദം, നമ്മുടെ വേദശാസ്ത്രങ്ങളുണ്ട്. പ്രപഞ്ചത്തിൻ്റെ ഒരു സ്വഭാവമുണ്ട്. ഇവിടെ പല വിധത്തിലുള്ള ധർമ്മനിഷ്ഠകളും ധർമ്മശാസനകളും ഉണ്ട്. ഇങ്ങനെ കാല ആത്മാ ആഗമോ ലോക സ്വഭാവോ ധർമ്മ ഏവച ഇതി മാം ബഹുധാ പ്രാഹുഃ ഗുണവ്യതികരേ സതി. സത്വം, രജസ്, തമസ് എന്ന് 3 ഗുണങ്ങളാണല്ലോ. ഈ 3 ഗുണങ്ങൾ കൂടിച്ചേരുമ്പോൾ ആ കൂടിച്ചേരൽ കൊണ്ട് അനവധി സംഗതികളായിത്തീരുകയാണ്. അപ്പോൾ ഗുണങ്ങൾ അങ്ങനെ സമ്മിശ്രണം തുടങ്ങിക്കഴിഞ്ഞാൽ ഞാൻ പലതരത്തിലായിത്തീരുക. നിങ്ങൾ വിചാരിക്കും കാലമൊന്ന് വേറെയാണെന്ന്. അല്ല, ഈശ്വരൻ തന്നെയാണ് ഈ കാലം. നമ്മുടെ ഉള്ളിൽ ആത്മാ ജീവൻ എന്ന് പറയുന്നത് അതും അതും ഈശ്വരൻ തന്നെ. ആഗമം, വേദങ്ങൾ എന്നുള്ള നിലയ്ക്ക് അനാദിയായ ശാസ്ത്രമുണ്ട്, അതും ഞാനാണ്. പലതരത്തിലുള്ള സ്വഭാവങ്ങൾ ഇവിടെ കാണാം. ഭൂമിയുടെ സ്വഭാവം എന്താ? ഭ്രമണം ചെയ്യൽ. ചന്ദ്രൻ്റെ സ്വഭാവം എന്താ? സൂര്യരശ്മികളെ പ്രതിബിംബിപ്പിച്ച് നമുക്ക് തരണം. സൂര്യനോ ചൂടും പ്രകാശവും ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുമാതിരി ചെടികൾക്കോ വള്ളികൾക്കോ വൃക്ഷങ്ങൾക്കോ ആണെങ്കിൽ അതിനും അതിൻ്റേതായ സ്വഭാവവിശേഷമുണ്ട്. അങ്ങനെ അനവധി സ്വഭാവങ്ങൾ ഇവിടെ നിലനിൽക്കുന്നുണ്ടല്ലോ. ഇനി ധർമ്മം എന്ന് പറയുന്നത് എന്താണ്? ഈ ധർമ്മം നല്ലത്, ചീത്ത, വേണം, വേണ്ട, അരുത്, അരുതാത്തത്, കൊള്ളാവുന്നത്, ഇങ്ങനെ പല വിശേഷങ്ങളുണ്ടല്ലോ. ഇതൊക്കെ ധർമ്മം. ഇങ്ങനെ വിവിധ തരത്തിൽ എന്തെല്ലാം നാം പരാമർശിക്കുന്നുണ്ടോ, എന്തെല്ലാം മാനദണ്ഡങ്ങൾ നാം അവലംബിക്കുന്നുണ്ടോ, അവലംബിക്കാൻ ഇച്ഛിക്കുന്നുവോ, ഇത് മുഴുവനും എന്നെ പലതരത്തിൽ പറയുകയാണ്. അപ്പം ഞാൻ എന്ന് പറയുന്നതിൽ എന്തൊക്കെ പെട്ടു? കാലം പെട്ടു, സ്വഭാവങ്ങൾ പെട്ടു, ലോകത്തിലുള്ള സർവഭാവങ്ങളും വസ്തുക്കളും എല്ലാം തന്നെ പെട്ടു. അപ്പം എന്നെക്കുറിച്ച് ധ്യാനിച്ചാൽ അവർക്ക് കിട്ടാത്തത് എന്താ? എന്ത് കിട്ടണമോ അതിനനുസരിച്ച ധ്യാനം. അപ്പം രഹസ്യമില്ലാതെ തുറന്ന് വെളിപ്പെടുത്തുകയാണ് കൃഷ്ണൻ. നിങ്ങൾ വിചാരിക്കുന്നത് പോലെ രഹസ്യമല്ല ഇത്. എപ്പോഴൊക്കെ ഞാൻ നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ ഒരു മനസ്സിനെ തന്നുവോ, ആ മനസ്സിനുള്ള കഴിവുകൾ എന്തെല്ലാം ഉണ്ടെന്ന് പറയുന്നതിലും ഒരു തെറ്റുമില്ല. തുറന്ന് പറയണു ഈ മനസ്സിനുള്ള കഴിവ് ഇതെല്ലാമാണെന്ന്. അങ്ങനെയാണ് ഈ സിദ്ധി പ്രകരണം രൂപപ്പെട്ടിട്ടുള്ളത്. നമ്മുടെ ശാസ്ത്രജ്ഞന്മാരുണ്ടല്ലോ, ഈ ശാസ്ത്രജ്ഞന്മാർ എന്നോട് ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ് നമ്മളെ ശിഷ്യനാ പറയുക. ന്യൂക്ലിയർ സയൻറ്റിസ്റ്റ്, സ്വാമിജി ഞാൻ ഒരു അണു കണ്ടിട്ടില്ല എന്ന്. കേൾക്കുന്നുണ്ടോ നിങ്ങൾ? എനിക്ക് അത്ഭുതമായിപ്പോയി. ഇവരൊക്കെ അണുവിനെ കാണണല്ലോപ്പാ, ഞങ്ങൾ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു കേട്ടിട്ടേ ഉള്ളൂ എന്നാ പറയണത്. അണുവിനെ കാണാൻ എളുപ്പമല്ല. അണു ഉണ്ടെന്നുള്ളതും ഒരു നിരൂപണമാണ്, ഒരു നിഗമനമാണ്. അപ്പം ഞാനൊരു അണുവിനെ കണ്ടിട്ടില്ല എന്നാണ് പറയുന്നത്. ഇവിടെയോ സർവവ്യാപിയാണ്, സൂക്ഷ്മവുമാണ് ഈശ്വരൻ. അപ്പം ആ ഈശ്വരൻ്റെ അതിസൂക്ഷ്മമായിരിക്കുന്ന ഭാവം, പ്രത്യേകിച്ചും ഭൂതസൂക്ഷ്മാത്മഭാവം ധ്യാനിച്ചുകൊണ്ട് തന്നെ ഇരുന്ന് കിടക്കുമ്പോഴും ഇരിക്കുമ്പോഴും ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും എപ്പോഴും അത് തന്നെ വിചാരം. ഭൂമിയിൽ, വെള്ളത്തിൽ, ആകാശത്തിൽ, വായുവിൽ
അതിസൂക്ഷ്മം, അതിസൂക്ഷ്മം, സൂക്ഷ്മം ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുമ്പോൾ മനസ്സിന് ആലോചന പോലെ ആയിത്തീരാനുള്ള ശക്തിയുണ്ട്. ആ ശക്തിക്ക് അനുഗുണമായി ഒരു മനുഷ്യൻ അതിസൂക്ഷ്മ രൂപമായിത്തീരും. ലോകത്തിലുള്ള വസ്തുക്കൾ എന്തൊക്കെയാ? സ്ഥൂലം, സൂക്ഷ്മം, സൂക്ഷ്മതരം, സൂക്ഷ്മതമം. അതിൽ സ്ഥൂലം വരെ നമുക്ക് ഗ്രഹിക്കാൻ പറ്റുള്ളൂ. നമ്മുടെ മനസ്സ് സൂക്ഷ്മമാണ്, ശരീരത്തിൻ്റെ ഉള്ളിലാണ്, ശരീരത്തിനേക്കാൾ സമീപസ്ഥമാണ്. എന്നാലും ആ മനസ്സിനെ ഗ്രഹിക്കാൻ നമുക്ക് സാധിക്കുന്നുണ്ടോ? ഇല്ല. എന്താ കാരണം? സൂക്ഷ്മമായതിനാൽ. ഒരു എനർജി ഒരൊറ്റ എണ്ണത്തിനെ നമുക്ക് നേരിട്ട് കാണാനോ തൊടാനോ പറ്റില്ല. ആ എനർജി മാറ്ററിൽ ഉണ്ടാക്കി തീർക്കുന്ന പ്രതികരണങ്ങളുണ്ടല്ലോ, ഇഫക്ട്സ്, ഫലം, അത് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് നമ്മുടെ ദർശനസ്ഥിതി. അപ്പം നല്ലപോലെ മനസ്സിലാക്കൂ, മനസ്സിനെ സൂക്ഷ്മഗ്രഹണത്തിന് വിധേയമാക്കണം. ഈശ്വരനെ ഭൂതസൂക്ഷ്മാത്മാവായി പരിഗണിക്കണം. സർവവ്യാപിയെ കണ്ണുകൊണ്ട് കാണാൻ പറ്റില്ല, ഉള്ളുകൊണ്ട് ഉണരാനേ പറ്റൂ എന്ന് നല്ലപോലെ മനസ്സിലാക്കിക്കോളൂ. അതിൽ ഈശ്വരൻ്റെ ഓരോ ഭാവത്തെ, ഓരോ ഗുണത്തെ, ഓരോ ശക്തിയെ ധ്യാനിച്ചാൽ എന്തിനെ ധ്യാനിക്കുന്നുവോ അത് നമുക്ക് നേടാൻ പറ്റും. അത് മനസ്സിൻ്റെ കഴിവാണ്, മനസ്സിൻ്റെ നിയമമാണ്, മനസ്സിൻ്റെ പ്രകൃതവിശേഷമാണ്. ഈശ്വര ഈശ്വര എന്ന് വിചാരിക്കുന്നവൻ എപ്പോഴും ഈശ്വരനെ കാണും. പഞ്ചഭൂതങ്ങളെല്ലാം സ്ഥൂലമാണ്, തന്മാത്രകൾ സൂക്ഷ്മമാണ്, മനസ്സ് അതിലും സൂക്ഷ്മമാണ്, ബുദ്ധിയോ അത് വിട്ടും സൂക്ഷ്മമാണ്. ബുദ്ധിയേക്കാൾ സൂക്ഷ്മമാണ് ആത്മാ എന്ന് പറയുന്നത്. നമ്മുടെ മനസ്സുണ്ടല്ലോ, സ്ഥൂലങ്ങളിൽ മാത്രം പിണഞ്ഞ് സ്ഥൂല ഗുണങ്ങൾ മാത്രമേ അത് കൈവരിക്കുന്നുള്ളൂ. സ്ഥൂല വസ്തുക്കളോടാണ്. ഒരു ആശാരി എന്ത് ചെയ്യും? ഒരു ഉളി കയ്യിൽ വയ്ക്കും, ഒരു ചിറ്റിക കൊണ്ട് തട്ടും. എവിടെ? മരത്തിൻ്റെ മുകളിൽ. അതിൽ മരം സ്ഥൂലമാണ്, ഉളി സ്ഥൂലമാണ്, കൈ സ്ഥൂലമാണ്, ചിറ്റിക സ്ഥൂലമാണ്, നോക്കുന്ന കണ്ണും സ്ഥൂലമാണ്. അങ്ങനെ വെട്ടിയിട്ടാണ് എത്ര കനം കുറച്ച് പൊളിക്കാനും എല്ലാം ആശാരിക്കുട്ടി പഠിക്കുന്നത്. അപ്പം നമ്മുടെ പ്രവർത്തനം മുഴുവനും പഴക്കവും തഴക്കവും എല്ലാം സ്ഥൂല വസ്തുക്കളുമായിട്ടാണ്. അതുകൊണ്ട് നമുക്ക് സ്ഥൂല പ്രവർത്തനങ്ങൾക്കുള്ള കഴിവ് വരുന്നു. ഇപ്പം എന്തു വേണം? വ്യാവഹാരിക ജീവിതത്തിലുള്ള കഴിവ് മുഴുവനും ഇങ്ങനെയാണ്. നമ്മളൊരു പുസ്തകം വായിക്കുകയെന്ന് വിചാരിക്കുക. എന്താ ഈ വായിക്കുക? വെളുപ്പ് നിറത്തിലുള്ള ഏടുകളെ അതിൻ്റെ മുകളിൽ കറുപ്പ് നിറങ്ങളുള്ളത് വായിക്കുമ്പോൾ അത് അക്ഷരവും വാക്കും ഖണ്ഡികയുമായി. നമ്മൾ ചെയ്യുന്നത് എന്താ? വെളുപ്പും കറുപ്പും കാണുക, അത് കണ്ടിട്ടാണ് വായിക്കുന്നത്. അപ്പോൾ വായിക്കുന്നത് പോലും സ്ഥൂല വസ്തുക്കളുമായിട്ടുള്ള വ്യവഹാരമാണെന്ന് നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടോ പ്രേക്ഷകരെ? വായിക്കുക എന്ന് പറഞ്ഞാൽ അത് സൂക്ഷ്മമല്ല, അത് സ്ഥൂലമാണ്. ഊണ് കഴിക്കുന്നത് സ്ഥൂലമാണ്. സ്ഥൂലമല്ലാത്ത എന്ത് പ്രവൃത്തിയാണ് നമ്മൾ ചെയ്യുന്നത്? ചിന്തിക്കുമ്പോൾ സൂക്ഷ്മമായി, ആലോചിക്കുമ്പോൾ സൂക്ഷ്മമായി. അപ്പോൾ സൂക്ഷ്മമായി എന്തെങ്കിലും ഒരു പ്രവൃത്തി നിങ്ങൾ ചെയ്ത് പഠിക്കുന്നുണ്ടോ? ഇല്ല. സൂക്ഷ്മ പ്രവൃത്തി എവിടെയാണ് നടക്കുന്നത്? മനോമണ്ഡലത്തിൽ, ആ ഉൾക്കോശത്തിലാണ്. അപ്പോൾ ആ ഉൾക്കോശത്തിൽ നടക്കുന്ന പ്രവൃത്തികളെ വേണ്ടതുപോലെ ഗ്രഹിക്കാനായി കണ്ണടച്ചിരിക്കുമപ്പാ. അപ്പോൾ പല വിധത്തിലുള്ള ഭാവനകൾ തരികയാണ് കൃഷ്ണൻ. ആ ഭാവനകളുടെ പേരും പറഞ്ഞ് നിങ്ങളുടെ മനസ്സിനെ വിനിയോഗിക്കാൻ നോക്കൂ. അപ്പോൾ തന്നെത്താനെ നിങ്ങൾ മനസ്സുകളായിത്തീരും. ഭാവനാ വിചിന്തനം വഴി നേടാവുന്ന നേട്ടങ്ങൾക്ക് കണക്കില്ല. ഭാവനാ വിചിന്തനം, ഓരോന്ന് ഭാവന ചെയ്ത് ഇവിടെ ശാസ്ത്രജ്ഞന്മാരാകുന്നത് ആരാ? ചിന്തിക്കുന്നവർ, ആലോചിക്കുന്നവർ, തത്വവിചാരം ചെയ്യാൻ പഠിച്ചവൻ, നിഗമനങ്ങളിൽ എത്തിച്ചേരാൻ ബുദ്ധിയെ ഉപയോഗിക്കുന്നവൻ, അവനാണ് ഇവിടെ ശാസ്ത്രജ്ഞൻ. ബുദ്ധിയുടെ വിനിയോഗമാണത്. അതെങ്ങനെ എന്ന് പലതരത്തിലും കൃഷ്ണൻ വിവരിച്ചു തരികയാണ്. പറയുന്നത് സിദ്ധിപ്രകരണമാണെങ്കിലും ഇവിടെ വായിക്കുന്നവർക്കും കേൾക്കുന്നവർക്കും കാണുന്നവർക്കും എന്താ ഓതിത്തരണത്? മനുഷ്യരെ, നിങ്ങളുടെ ശരീരത്തിൻ്റെ ഉള്ളിൽ കിടക്കുന്ന മനസ്സുണ്ടല്ലോ, ആ മനസ്ഥലം ഈ ലോകത്തെ മുഴുവനും ബ്രഹ്മാണ്ടത്തെ മുഴുവനും അതിശയിക്കുന്നതാണ്. എന്ത്? അതിശയിക്കുന്നതാണ്. ഈ ബ്രഹ്മാണ്ടത്തിന് താഴെയല്ല നമ്മുടെ മനസ്സ്. ബ്രഹ്മാണ്ടം മനസ്സിന് എത്രയോ താഴെയാണ്. ഈ വേദങ്ങളിൽ സ്വർഗാദി വർണ്ണനകളുണ്ട്. ഭൂഭുവഃ സുവഃ മഹഃ ജനഃ തപഃ സത്യം എന്ന് പറഞ്ഞ് സത്യലോകം, ബ്രഹ്മലോകം വരെയുള്ള കാര്യങ്ങൾ പറയുന്നുണ്ട്. അതുപോലെ ഒരു വിവരണമാണ്. അതൊക്കെ നേടാൻ വേണ്ടി അഗ്നികർമ്മം ചെയ്യാനാണ് വേദങ്ങൾ പറയുന്നത്. ഇവിടെയോ സിദ്ധികൾ നേടാൻ വേണ്ടി നിങ്ങളുടെ മനസ്സിനെ തന്നെ വിനിയോഗിക്കൂ, പ്രയോഗിക്കൂ, ധ്യാനിക്കൂ എന്നാണ്. ഇവിടെ ഒരു വസ്തു, ഒരു മെറ്റീരിയൽ നമ്മുടെ കയ്യിലില്ല, കാശ് ചെലവില്ല. ഇതിനെല്ലാം കൂടി കുറച്ച് സമയം നിങ്ങളുടെ നിത്യജീവിതത്തിൽ നിന്ന് എടുക്കണം. കണ്ണടച്ചൊരാസനത്തിലിരിക്കണം, ഭഗവാനെ മനസ്സിൽ ഉറപ്പിക്കണം, അദ്ദേഹത്തിൻ്റെ ഓരോരോ ഭാവങ്ങളിൽ മനസ്സിനെ ചെലുത്തണം, വിനിയോഗിക്കണം, നിക്ഷേപിക്കണം. അതാണ് നമുക്ക് ആവശ്യം. നിങ്ങളുടെ മനസ്സിനെ നിക്ഷേപിക്കാൻ പറ്റുമോ എന്ന് ആലോചിക്കൂ.
ഭൂതസൂക്ഷ്മമായി ഭഗവാനെ ധ്യാനിച്ചിരുന്നാൽ അണിമാസിദ്ധിയാണ് ലഭിക്കാൻ പോകുന്നത്. ഞാനിത് പറയണു, ഇനി നിങ്ങളൊക്കെ അണിമയ്ക്ക് വേണ്ടി പുറപ്പെടാൻ പോവുകയാണോ എന്ന് എനിക്കറിയില്ല. പുറപ്പെട്ടോളൂ, ഒരു വിരോധവും ഇല്ല. എങ്ങാനും കൈ കിട്ടിയാൽ എല്ലാവരോടും പറയണം കേട്ടോ. ഇനിയോ മഹത്തത്വാത്മനിമയി യഥാസംസ്ഥം മനോദധത് മഹിമാനമവാപ്നോതി ഭൂതാനാം ച പൃഥക് പൃഥക്. മഹത്തത്വാത്മനിമയി, ഈ പരബ്രഹ്മം എന്ന് പറയുന്ന പരമ്പൊരുളുണ്ടല്ലോ, അതിന് 2 വിധത്തിലുള്ള ശക്തിയാണ്. ഒന്ന് ജ്ഞാനം, പിന്നെ ഒന്നോ ക്രിയ. ഞാൻ പറഞ്ഞിട്ടുണ്ടാവും ഇതിനു മുൻപും. ജ്ഞാനം എന്ന് പറയുന്നത് ഒരു ഭാവമാണ്. ക്രിയ എന്ന് പറഞ്ഞാൽ അതൊരു ചലനവും ഗമനവും സ്പന്ദനവും ഒക്കെയാണ്. ഈ ക്രിയയാണ് പ്രാണൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ജ്ഞാനം എന്ന് പറയുന്നതാണ് ചിത്തം മനസ്സുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിൽ ജ്ഞാനശക്തി പ്രധാനെ മഹത്തത്വോപാധവും മയി എന്നാണ് ഇവിടെ പറയുന്നത്. മഹത്തത്വം എന്താണ്? ഈ മഹത്തത്വം സത്വം, രജസ്, തമസ് എന്ന് പറയുന്ന 3 ഗുണങ്ങൾ. ദേ ആർ സ്പിരിച്വൽ കോൺസ്റ്റിറ്റ്യുവൻസ്. നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാതിരി മെറ്റീരിയൽ കോൺസ്റ്റിറ്റ്യുവൻസ് അല്ല, സ്പിരിച്വൽ ആയിട്ടുള്ള 3 ഘടകങ്ങൾ. ആ 3 ഘടകങ്ങൾ തുല്യമായി തുല്യപ്രഭാവത്തോടുകൂടി അനങ്ങാതെ അങ്ങോട്ട് സമീകൃതമായിരുന്നാൽ അവിടെ ഒരു സൃഷ്ടിയുമില്ല, ഒരു ചലനവുമില്ല, ഒരു സ്പന്ദനവുമില്ല. അതിനെയാണ് അവ്യക്തം, അവ്യാകൃതം, മഹത്ത് എന്നൊക്കെ പറയുന്നത്. ഒരു നിലയ്ക്ക് കോസ്മിക് ഇൻ്റലിജൻസ് മാത്രമേ അവിടെ ഉള്ളൂ എന്ന് പറയാം. ആ മഹത്തത്വാത്മാവായിരിക്കുന്ന എന്നെ കേട്ടുവോ നിങ്ങൾ? എന്താ അതിനർത്ഥം? നിങ്ങളൊക്കെ സാധാരണ ഒരു ബിംബവും ഒരു പടവും ഒരു ചിത്രവും ഒരു കളമെഴുത്തും ഇതൊക്കെയാണ് കണ്ടുപഠിച്ചിട്ടുള്ളത്. പത്മങ്ങളൊക്കെ അതൊക്കെ പോയി, സ്ഥൂല വസ്തുക്കളൊക്കെ പോയി. പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടി തുടങ്ങുന്നതിന് മുൻപ് ഇവിടെ ഇരുന്ന് ആലോചിക്കണം. ഈ പഞ്ചഭൂതങ്ങളൊക്കെ എപ്പോൾ വന്നു? സൃഷ്ടിയുടെ ക്രമത്തിൽ വന്നതാ. പഞ്ചഭൂതങ്ങൾക്ക് മുമ്പ് എന്തുണ്ടായിരുന്നു? അവ്യാകൃതമായിരുന്നു. ആ അവ്യാകൃതത്തിൽ എന്തെങ്കിലും ഒരു വസ്തു എന്ന് പറയാനുണ്ടോ? ഇല്ല. താരതമ്യ പഠനം സാധ്യമായിരുന്നോ? ഇല്ല. അവിടെ നിറമുണ്ടോ, മണമുണ്ടോ, ഗുണമുണ്ടോ, ദൂരമുണ്ടോ, കാലമുണ്ടോ? ഒന്നുമില്ല. അങ്ങനെ ഒന്നുമില്ലാതെ ഇരിക്കുന്ന നാം ഉറങ്ങിക്കിടക്കുമ്പോഴെന്നതുപോലെയുള്ള ഒരവസ്ഥ. അവിടേക്ക് പോകണം മനസ്സ്. അവിടേക്ക് പോകുമ്പോൾ ബ്രഹ്മാവ്, വിഷ്ണു, മഹേശ്വരന്മാരൊക്കെ പിന്നിൽ പോയി. ബ്രഹ്മാവ് സൃഷ്ടിക്കാൻ, മഹാവിഷ്ണു സൃഷ്ടിച്ചതിനെ പരിപാലിക്കാൻ, ശിവൻ ഇതിനെ എല്ലായിട്ടും സംലയിപ്പിക്കാൻ. അപ്പം ആ ബ്രഹ്മാവിഷ്ണു മഹേശ്വരന്മാർ ത്രിമൂർത്തി സങ്കല്പമൊക്കെ കടന്ന് നിങ്ങൾ അങ്ങോട്ട് പോകണം. ആ മഹത്തത്വത്തിലേക്ക് എത്തണം മനസ്സ്. ആ മഹത്തത്വ സ്വരൂപിയായിരിക്കുന്ന എന്നെ, അതും ഭഗവാൻ തന്നെയാണ്. നമ്മളിപ്പോൾ ഭഗവാനെ കാണുന്നത് വേറൊരു തരത്തിലാണ്, സ്ഥൂല രൂപത്തിലാണ് ചിത്രീകരണം. ഇവിടെ അതിസൂക്ഷ്മമായിരിക്കുന്ന മഹത്തത്വത്തിൻ്റെ അവിടെ എത്തി. യഥാസംസ്ഥം മനോദധത് മഹത്തത്വാത്മനി പരേമയി യഥാസംസ്ഥം മനഃ ദദത് ഭൂതാനാം പൃഥക് പൃഥക് മഹിമാനം ച അവാപ്നോതി. അങ്ങനെ മഹത്വത്വത്തിൽ ഇങ്ങനെ മനസ്സ് ലയിച്ചു പോകണം. മുമ്പ് പറഞ്ഞത് എന്താ? ഭൂതസൂക്ഷ്മാത്മത്വമാണ് അവിടെ പറഞ്ഞത്. ഭൂതങ്ങളുണ്ട്. ഇതൊരു ഡപ്പയുണ്ടെങ്കിൽ ആ ഡപ്പയുടെ ഉള്ളിൽ അതിസൂക്ഷ്മമായി കിടക്കുന്ന പ്രകാശം സ്ഥിതി ചെയ്യുന്നു. ഇതല്ല, എല്ലാറ്റിനും മൂലകാരണമായിട്ടുള്ളതാണ് മഹത്. ആ സങ്കല്പം തന്നെ ആലോചിച്ച് നോക്കിക്കോളൂ. ഒന്ന് സൂക്ഷ്മം, പിന്നെ ഒന്ന് മഹത്. മഹത് മഹത്ത് എന്ന് പറഞ്ഞാൽ എന്താ? മഹിമയുറ്റത്. അങ്ങനെ ആ മഹത്തത്വത്തെക്കുറിച്ച് ധ്യാനിച്ച് അതിൽ ഏകാഗ്രത അങ്ങോട്ട് വന്നു എന്നുണ്ടെങ്കിലോ മനസ്സ് അതായിത്തീരും. മഹിമ എന്ന് പറയുന്ന സിദ്ധി കിട്ടും. മഹിമ എന്ന് പറയുന്ന സിദ്ധി കിട്ടും. എങ്ങനെയാണ് അത് കിട്ടുന്നത്? മനസ്സ് ആശയാത്മകമാണ്. ഞാൻ ഈ വാക്കൊക്കെ പറയുന്നു, നിങ്ങൾ ഒരിക്കലും കേട്ടിട്ടുണ്ടാവില്ല മനസ്സ് ആശയാത്മകമാണെന്ന്. മൈൻഡ് ഈസ് ഇൻ ദ നേച്ചർ ഓഫ് ഐഡിയാസ്. മനസ്സിൽ നിന്നാണ് അക്ഷരങ്ങളും വാക്കുകളും ഭാവനകളും എല്ലാം തന്നെ പുറപ്പെടുന്നത്. ഒന്നുകിൽ രൂപം, അല്ലെങ്കിൽ അക്ഷരം, ആശയം. അപ്പം ആശയാത്മകമായിരിക്കുന്ന മനസ്സ് അതിന് മഹത്ത് എന്നുള്ളൊരു ആശയം നൽകി. ശ്രദ്ധിക്കുന്നുണ്ടോ കൂട്ടരെ? മനസ്സ് എന്ന് പറയുന്നത് ആശയാത്മകമാണ്. അതിന് നമ്മൾ എന്ത് ചെയ്യുന്നു? മഹത്ത് എന്ന് പറഞ്ഞൊരു വലിയ ആശയം നൽകി. ആ മഹത്ത് എങ്ങനത്തതാ? ഈ ഭൂമിയെ മാത്രം ആവരണം ചെയ്ത് നിൽക്കുന്നതല്ല, സൂര്യനെ ഉൾപ്പെട്ട് നക്ഷത്രങ്ങളെയും ഉള്ളടക്കി ആകാശത്തിനെയും കൂടി വിഴുങ്ങി ഗ്രസിച്ച് ഒന്നുമില്ലാതെ ഇരിക്കുന്ന അനന്തമായിരിക്കുന്ന വിശേഷപ്പെട്ട ഒരു 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 അതിസൂക്ഷ്മ സ്ഥിതി. അതിൽ നിന്നാണ് ഇതൊക്കെ ഉണ്ടായിരിക്കുന്നത്. അപ്പം നിങ്ങളുടെ മനസ്സ് എത്ര വലിപ്പമുണ്ടാവും ഇതിനെക്കുറിച്ച് ആലോചിക്കുമ്പോൾ. കടുകിനെ പറ്റി നോക്കി നിന്നാൽ കടുകാകും നമ്മുടെ മനസ്സ്. പർവ്വതത്തെ നോക്കുമ്പോൾ പർവ്വത സമമാവും. സമുദ്രത്തിനെ നോക്കിയാൽ സമുദ്രസമം. ആകാശത്തിനെ നോക്കിയാലോ ആകാശസമം.
അപ്പോൾ ആ ആശയാത്മകമായിരിക്കുന്ന മനസ്സിന് മഹത്തായ ഒരാശയം നൽകി ആ ആശയത്തെക്കുറിച്ച് ആവേശം കൊണ്ട് അതിൽ മാത്രം ചിന്തിച്ച് അതിൽ മനസ്സിനെ വെച്ച് പതിപ്പിച്ച് അതങ്ങോട്ട് ആയിത്തീരാണ്.